സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 PSCയിൽ ചോദിച്ച 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അറിവ് പങ്കിടാം, സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? എ കോഴിക്കോട്, ബി കൊൽക്കത്ത, സി ചെന്നൈ, ഡി ഡൽഹി. ഉത്തരം എ കോഴിക്കോട്. മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉത്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ചു സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആര്? എ AR രാജരാജവർമ്മ, ബി CL ആന്റണി, സി ഇളംകുളം കുഞ്ഞൻപിള്ള, ഡി ജോർജ് മാത്തൻ. ഉത്തരം സി ഇളംകുളം കുഞ്ഞൻപിള്ള. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? എ അധ്യാപകൻ, ബി അധ്യേതാവ്, സി അധ്യയന വിഷയം, ഡി അധ്യയന മാർഗം. ഉത്തരം ബി അധ്യേതാവ്. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? എ കുമാരനാശാൻ, ബി P കുഞ്ഞിരാമൻ നായർ, സി ചങ്ങമ്പുഴ, ഡി വള്ളത്തോൾ. ഉത്തരം ഡി വള്ളത്തോൾ. കഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു? എ ഉപമാഗർഭം, ബി ഉപമാലുപ്തം, സി ഉപമാനലുപ്തം, ഡി മൂന്നിലും പെടില്ല. ഉത്തരം എ ഉപമാഗർഭം. ഒരധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് എ വ്യക്ത്യധിഷ്ഠിത ബോധനം, ബി സംഘബോധനം, സി സൂക്ഷ്മ നിലവാര ബോധനം, ഡി ക്രമീകൃത ബോധനം. ഉത്തരം സി സൂക്ഷ്മ നിലവാര ബോധനം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത്? ധർമ്മപുരാണം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, സി വേരുകൾ, ഡി അയൽക്കാർ. ഉത്തരം ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? 1 അടിമത്വം, 2 യാദൃച്ഛികം, 3 വിമ്മിട്ടം, 4 പ്രവൃത്തി. എ 1ഉം 2ഉം ശരി, ബി 3ഉം 4ഉം ശരി, സി 2ഉം 3ഉം ശരി, ഡി 1ഉം 4ഉം ശരി. ഉത്തരം സി 2ഉം 3ഉം ശരി.
വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? എ. വിദ്യാവിനോദിനി, ബി. വിദ്യാവിലാസിനി, സി. ഭാഷാപോഷിണി, ഡി. ആത്മപോഷിണി. ഉത്തരം എ. വിദ്യാവിനോദിനി. പെൺമണിവദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം, ഉണ്മ നിനച്ചിതിലെല്ലാം വെൺമതി രണ്ടെന്നു മേവിടും നമനം. അലങ്കാരം ഏത്? എ. ആദിപ്രാസം, ബി. അന്ത്യപ്രാസം, സി. യമകം, ഡി. ലാടാനുപ്രാസം. ഉത്തരം സി. യമകം. നന്ദി, നമസ്കാരം.